CPM നേതാവ് ശ്രീ കെ അനിൽകുമാർ കൂടിയുണ്ട്. ശ്രീ കെ അനിൽകുമാർ, ഇപ്പോൾ ഗോവർദ്ധൻ എന്നുള്ള ഒരു ആൾ കൂടി വന്നിട്ടുണ്ടല്ലോ ഇതിനകത്ത്. ഇപ്പോൾ SITയുടെ അന്വേഷണ പരിധിയിൽ ഗോവർദ്ധൻ പറയുന്ന ഒരുപാട് സ്വർണം സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട് എന്നൊക്കെയാണ്. അദ്ദേഹത്തിന് ഒരു ബൈറ്റ് വന്നിരുന്നു. ഇത് ഈ ദുരൂഹത കൂടുകയാണല്ലോ ഈ വിഷയത്തിൽ. അപ്പോഴാണ് അജയ് തറയിൽ പറയുന്നത് ഇത് ഉദ്യോഗസ്ഥരിലേക്ക് ഒതുക്കി രക്ഷപ്പെടുത്തുവാനുള്ള മാർഗം നടക്കുന്നുണ്ടെന്ന്. അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ഉദ്യോഗസ്ഥനല്ല, ഗോവർദ്ധൻ ഉദ്യോഗസ്ഥനല്ല. ഇത്തരം ആളുകളെ പിടിക്കുമ്പം അജയ് തറയിലിനെ പൊള്ളുന്നതിന്റെ കാര്യം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. മാത്രമല്ല, ഇക്കാര്യത്തിൽ വിശ്വസിക്കേണ്ടത് ആരെയാണ്? പ്രതികളെയാണോ? ഈ കാര്യത്തിൽ SIT അന്വേഷണം ചെന്ന് എത്തി നിൽക്കുമ്പോൾ കുറ്റവാളികളുടെ വീടുകളിലേക്കും അവരുടെ സ്ഥാപനങ്ങളിലേക്കും ഫലപ്രദമായ അന്വേഷണം പോകുമ്പോൾ ഇതുവരെ നടന്ന അന്വേഷണത്തെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ശരിവച്ചിരിക്കുമ്പോൾ SIT ശരിയായ വഴിയിലാണ് പോകുന്നത് എന്ന് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ ഇതിന്റെ എല്ലാ രഹസ്യങ്ങളും പുറത്തു പറയുക എന്നുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഉചിതമല്ല എന്നുള്ളതുകൊണ്ട് അവർ പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പൊ പാതി വന്ന വിവരങ്ങൾ വെച്ച്, കിട്ടിയ വിവരങ്ങൾ വെച്ച് കോൺഗ്രസുകാര് വളരെ തെറ്റായ നിലയ്ക്ക് കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. നമ്മൾക്ക് വേണ്ടത് മുതല് കട്ടുകൊണ്ടുപോയവരെ പിടിക്കുക എന്നുള്ളതാണ് പ്രധാനം. ആ കട്ടുകൊണ്ടുപോയവരെ പിടിക്കുന്ന കാര്യത്തിൽ ഏതറ്റം വരെയും പോവുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. മുതല് കട്ടുകൊണ്ടുപോയവരെ മാത്രമല്ല, മുതല് കൊടുത്തുവിട്ടവരെയും. അല്ല, മുതല് കട്ടുകൊണ്ടുപോയെന്ന് പറഞ്ഞാൽ കൊടുത്തുവിട്ടത് ഉൾപ്പെടെ മോഷണത്തിന്റെ ഭാഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശബരിമലയിലെ ഓരോ സാധനങ്ങൾക്കും കസ്റ്റോഡിയനുണ്ട്. നമ്മുടെ ഒരു അമ്പലത്തിനകത്ത് വിഗ്രഹമാണെങ്കിലും അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാ ഗംഗമങ്ങളാണെങ്കിലും അവിടെ ഒരു സ്റ്റോക്ക് രജിസ്റ്റർ ഉണ്ടാവും. ദേവസ്വത്തിലാണെങ്കിൽ തിരുവാഭരണങ്ങൾ ഉള്ളതുകൊണ്ട് തിരുവാഭരണ രജിസ്റ്റർ ഉണ്ടാവും. ആ രജിസ്റ്ററിനെ മാറി മാറി വരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കസ്റ്റോഡിയന്മാരുണ്ട്. സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിയല്ല അതിന്റെ കസ്റ്റോഡിയൻ, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അല്ല അതിന്റെ കസ്റ്റോഡിയൻ, ഏതെങ്കിലും ഒരു ദേവസ്വം ബോർഡ് മെമ്പർ അല്ല അതിന്റെ കസ്റ്റോഡിയൻ. അപ്പൊ കസ്റ്റോഡിയനായിരിക്കുന്ന ഒരാൾ തന്റെ കസ്റ്റഡിയിലിരിക്കുന്ന സാധനം അവിടുന്ന് കൊടുത്തുവിട്ടാൽ കസ്റ്റോഡിയൻ മോഷണ കേസിൽ പ്രതിയാണ്. ഇത് ക്രിമിനൽ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വമാണ്. അതനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കസ്റ്റോഡിയനായിരുന്ന ഒരു വ്യക്തി സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടു, അല്ലെങ്കിൽ കസ്റ്റോഡിയന്മാർ ചേർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടു. അതാണ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത്. അതാണല്ലോ ഉദ്യോഗസ്ഥർ അല്ലേ? അതെ. അപ്പൊ എന്ത് വേണം? ആ കസ്റ്റോഡിയന്മാരുടെ കയ്യിൽ നിന്നും ഈ സ്വർണം യാതൊരു ഉറപ്പുമില്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ് ഉത്തരവിട്ടിട്ടുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് പ്രതിയാണ്. അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പ്രതികളാണ്. അതിന് നിയമപരമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, രാഷ്ട്രീയമായിട്ടല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിന്റെ കസ്റ്റോഡിയനായ തിരുവാഭരണ കമ്മീഷണർ ഈ കാര്യം ഏതെങ്കിലും തരത്തിൽ കൈമാറണമെന്ന ഒരു തീരുമാനം ദേവസ്വം ബോർഡ് എടുത്തതായി കണ്ടില്ല. മറിച്ച് അത്തരമൊരു തീരുമാനം ദേവസ്വം ബോർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ നമ്മളുടെ മുമ്പിലുള്ള വന്നിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത് കസ്റ്റോഡിയന്മാർ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വ്യക്തിപരമായി ഏൽപ്പിച്ചു കൊടുത്തതാണ് ഈ മോഷണത്തിന് ഇടയാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ച. അപ്പോൾ ആർക്കാണ് വീഴ്ച പറ്റിയത്? ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിൽ കൃത്രിമം നടത്തിയതായി സെക്രട്ടറിയുടെ മേൽ ആരോപണമുണ്ട്. ആ ഭാഗം അന്വേഷിക്കുകയാണ്. ആ സെക്രട്ടറി ദേവസ്വം ബോർഡ് ഉത്തരവിനെ മറികടന്നിട്ടുണ്ടെങ്കിൽ സെക്രട്ടറി പ്രതിയാവും. ഇപ്പൊ പ്രാഥമികമായി പ്രതിയാണ്. അവർ അന്വേഷണത്തിന്റെ മുറിയിലേക്ക് വന്നിട്ടില്ല. ഓരോ ഭാഗത്തു നിന്നും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനം സ്വർണം കണ്ടെത്തലാണ്. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഫലപ്രദമായി നിർവഹിക്കുകയാണ്. അയ്യപ്പന്റെ സ്വർണം കെട്ടവരെ ആ സ്വർണത്തോടൊപ്പം തിരികെ പൊതുമണ്ഡലത്തിൽ ഏൽപ്പിക്കുക, നിയമത്തിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ് പ്രാഥമിക ചുമതല. ശരി ശ്രീ അനിൽകുമാർ, ശ്രീ അജയ് തറയിൽ ഇതാണ് സ്വർണം കട്ടവരെ കണ്ടെത്തുക എന്നാണ്. അതിനുള്ള നടപടികൾ നടക്കുന്നു. അതിന്റെ ഭാഗമായി ഗോവർദ്ധനും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് സെക്രട്ടറിയും ഒക്കെ ഇതിലേക്ക് വരും. അല്ല, ഈ സ്വർണം കട്ടവരെ മാത്രം കണ്ടുപിടിച്ചിട്ട് കാര്യമുണ്ടോ? ഈ കസ്റ്റോഡിയന്മാരെ മാത്രം കണ്ടുപിടിച്ചിട്ട് കാര്യമുണ്ടോ? കസ്റ്റോഡിയൻ നിന്റെ കസ്റ്റഡിയിലുള്ള സ്വർണം ഇന്നയാൾ വഴിക്ക് കൊടുത്തു വിടൂ എന്ന് പറയുകയും അവരിൽ നിന്നും ധാരാളം ആനുകൂല്യങ്ങൾ വാങ്ങുകയും ചെയ്ത ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സെക്രട്ടറി മിനിറ്റ്സ് തിരുത്തിയെന്നാ പറയുന്നത്. സെക്രട്ടറി മിനിറ്റ്സ് തിരുത്തിയിട്ടില്ല. സെക്രട്ടറി ഓർഡർ ഇട്ടിരിക്കുകയാണ്. സെക്രട്ടറി ഇരിക്കുന്ന ഓർഡറിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ന തീയതിയിൽ ഇന്നെടുത്ത തീരുമാനത്തിൽ എന്റെ സാന്നിധ്യം, ആ സാന്നിധ്യത്തിലെടുത്ത തീരുമാനത്തെ കുറിച്ചുള്ള ഒരു ഓർഡറാണ് അദ്ദേഹം ഇട്ടിട്ടുള്ളത്. അത് തിരുത്തി എന്ന് പറഞ്ഞ് ഈ ആളുകൾ, ഈ ദേവസ്വം ബോർഡ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒഴിഞ്ഞ് മാറി രക്ഷപ്പെടാൻ ശ്രമം. ഇപ്പോഴും എന്റെ സുഹൃത്ത് ശ്രീ അനിൽകുമാർ പറയുന്നത് കസ്റ്റോഡിയനാണ് എന്ന് പറയുന്നത്. കസ്റ്റോഡിയൻ എന്താ കാര്യം? കസ്റ്റോഡിയൻ അല്ലല്ലോ ചെയ്യുന്നത്. കസ്റ്റോഡിയൻ തോന്നിയ പോലെ ചെയ്യാൻ പറ്റുമോ?
കസ്റ്റോഡിയൻ ഇഷ്ടം പോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കസ്റ്റോഡിയൻ ഇപ്പൊ തിരുവാഭരണ കമ്മീഷണർ തിരുവാഭരണമല്ല തങ്ക അങ്കി ദേവസ്വത്തിന്റെ തിരുവാഭരണ കമ്മീഷണർ അല്ലേ കസ്റ്റോഡി ഇഷ്ടമുള്ളപ്പോൾ തങ്ക അങ്കി കൊണ്ടുവന്ന് നടക്കാൻ വെക്കാൻ പറ്റുമോ? അപ്പൊ എല്ലാത്തിനും ദേവസ്വം ബോർഡിന്റെ അനുമതി വേണം, ദേവസ്വം ബോർഡിന്റെ ക്ലിയറൻസ് വേണം. ആ ക്ലിയറൻസ് നിങ്ങൾ നിയമവിരുദ്ധമായി ചട്ടവിരുദ്ധമായി ഒരു കാര്യം ചെയ്യാൻ കസ്റ്റോഡിയന്മാരെ പ്രേരിപ്പിക്കുകയും കസ്റ്റോഡിയന്മാരെ നിർബന്ധിക്കുകയും ചെയ്ത ദേവസ്വം ബോർഡിലേക്ക് വേണം ഈ കേസ് ചെല്ലാൻ. ശരി, അതിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് അത്രയേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും PS പ്രശാന്ത് ഒക്കെ പറയുന്നത് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കൈ കഴുകാനുള്ള ശ്രമമാണ്. അതിനിടെയാണ് നിർണായക വിവരം SITക്ക് കിട്ടിയിരിക്കുന്നത്. ഗോവർദ്ധന്റെ ബെല്ലാരിയിലുള്ള ജുവലറിയിൽ നിന്ന് അവിടെ നിന്നാണ് സ്വർണം കണ്ടെടുത്തതായുള്ള വിവരം വരുന്നത്.